മലയാളികളുടെ ഒരു മഹാനടൻ തന്നെയാണ് അന്തരിച്ചത്. ശ്രീനിവാസന്റെ പകരം വയ്ക്കാൻ ഒന്നും ഈ ഭൂമിയിലില്ല എന്ന് കൃത്യമായി പറയാൻ സാധിക്കുന്നു. പ്രേക്ഷകരെല്ലാവരും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. ആരാധകരുടെ പ്രീതി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉറച്ചു നിൽക്കുന്നതെന്ന് പറയാം. പ്രേക്ഷകരിപ്പോൾ എല്ലാവരും ശ്രീനിവാസന്റെ വീട്ടിലെ വാർത്തകളെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത്. ഇപ്പോഴിതാ ശ്രീനിവാസന്റെ പ്രിയപ്പെട്ട ഡ്രൈവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഡ്രൈവറെ വേണമെങ്കിൽ എന്നെ വിളിക്കുന്നേ സാർ. ശ്രീനിവാസന്റെ വേർപാട് താങ്ങാനാകാതെ ഡ്രൈവർ പറയുന്നത് ഇതാണ്. ഷിനോജിനെ സ്നേഹിച്ചത് മക്കളെപ്പോലെ തന്നെയാണെന്നും ശ്രീനിവാസൻ അത്രയും ഇഷ്ടമായിരുന്നു ഷിനോജിനെ എന്ന് ഈ കുറിപ്പിലൂടെ മനസ്സിലാകുന്നു. ശ്രീനോജിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്. ആ കുറിപ്പിലൂടെ തന്നെ നമുക്ക് നടന്നു നീങ്ങുമ്പോൾ, വായിച്ചു നീങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ട ശ്രീനിവാസൻ സാർ, സാറിൻ്റെ കൂടെയുള്ള യാത്രകളാണ് എനിക്കിപ്പോൾ ഏറ്റവും ഓർമ്മ. ഇക്കാലം അത്രയും ഒരു ഡ്രൈവറായിട്ടല്ല, സാറിൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് എന്നെ കണ്ടതും സ്നേഹിച്ചതും. എനിക്കത് മറക്കാനാകില്ലല്ലോ. ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഇന്നേ വരെ എൻ്റെ മനസ്സ് താങ്കൾ വേദനിപ്പിച്ചിട്ടില്ല. ഷിനോജിന് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്ന് എപ്പോഴും പറയാറുള്ളൊരു വ്യക്തിയാണ് ശ്രീനിവാസൻ എന്ന് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ തന്നെ എടുത്തു പറയുന്നു. ജീവിതത്തിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതും ശ്രീനിയുടെ ഈ ഒരു സ്വഭാവം തന്നെയാണ്. ശ്രീനി സാർ ഇപ്പോൾ കൂടെയില്ല എന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആവശ്യങ്ങളൊന്നും തന്നെ ഒരിക്കലും ഞാൻ ചോദിക്കില്ല എന്ന് സാറിന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം വിനീതേട്ടനോടും ധ്യാനോടും പറഞ്ഞ് ചോറ്റാനിക്കരയിലെ സ്ഥലം വാങ്ങി വീട് വെച്ച് തന്നത്. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കിട്ടിയ വലിയ സമ്മാനമാണിത്. ദ ഗിഫ്റ്റ് ഓഫ് ലെജൻഡ് എന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. സാറിനെ പൊന്നുപോലെ നോക്കിയ വിമല ടീച്ചറെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചേച്ചിക്ക് സാറായിരുന്നു ലോകം. എവിടെയാണെന്ന് അറിയില്ലെങ്കിലും അവരുടെ ഒരു ഡ്രൈവറുടെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത് സാർ. എന്നും ഓർമ്മിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ശ്രീനി സാറിന് ഹൃദയം നിറഞ്ഞ നന്ദിയല്ലാതെ എനിക്കൊന്നും പറയാനില്ല. എനിക്കതിൽ മറുപടിയുമില്ല. ഒന്നും എനിക്ക് എഴുതി ചേർക്കാനുമാകുന്നില്ല. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നിരവധി പേർ 17 വർഷക്കാലം ശ്രീനിവാസൻ്റെ ഡ്രൈവറായിരുന്ന ഷിനോജിൻ്റെ വാക്കുകളാണ് കേൾക്കുന്നത്. എത്രമാത്രമാണ് അദ്ദേഹം സ്നേഹിച്ചിരുന്നതെന്നും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെ അദ്ദേഹം എങ്ങനെയാണ് കൊണ്ടു നടന്നതെന്നും കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അത്രമാത്രം വേണ്ടപ്പെട്ടവരെ മാത്രമാണ് അദ്ദേഹം അടുപ്പിച്ചിട്ടുള്ളത്. അല്ലാത്തവരെ ഒന്നും തന്നെ അടുപ്പിക്കാറില്ല. സ്വന്തം മക്കൾ പോലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ മാറ്റി നിർത്താറാണ് പതിവ്. ധ്യാനത എടുത്തു പറയാറുണ്ട്. എന്തും അച്ഛനോട് തുറന്നു പറയാൻ പറ്റും. അങ്ങനെ തുറന്നു പറയാൻ പറ്റുന്നൊരു സൗഹൃദം ഉണ്ടായിരുന്നു. എന്നാൽ വളരെയധികം കാലമായി തന്നെ അത് ഇല്ലാതെ പോയിരുന്നു. അപ്പോഴെല്ലാം പല കാര്യങ്ങൾ അമ്മ വഴിയായിരുന്നു അച്ഛനെ ധ്യാൻ അറിയിച്ചു കൊണ്ടിരുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ അതൊന്നും ഇല്ല എന്നതും അതൊക്കെ ഇപ്പോൾ ഓർമ്മയായി മാറിയുന്നതും സങ്കടമായി മാറുന്നത്. പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്നതും ഇത് തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുവെന്ന് കൃത്യമായി പറയുന്നതിന് കാരണം ഇപ്പോൾ ഓരോരുത്തരും ശ്രീനിവാസനെ കുറിച്ചുള്ള വാർത്തകൾ തന്നെ പറയുകയും ചെയ്യുന്നുവെന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.